നമസ്കാരം, എല്ലാവർക്കും ഹൊല വേൾഡിന്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓസ്ട്രേലിയൻ സ്റ്റുഡന്റ് വിസ പ്രോസസ്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ്. ഓസ്ട്രേലിയൻ സ്റ്റഡീസ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഏത് ഇൻടേക്കിലേക്കാണ്, ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണ്, ഏത് പ്രോഗ്രാമാണ് പഠിക്കാനായിട്ട് പോകേണ്ടത് എന്നുള്ളത്. ഓസ്ട്രേലിയക്ക് പ്രധാനമായിട്ടും 2 ഇൻടേക്കുകളാണുള്ളത്, ഫെബ്രുവരി ഇൻടേക്കും ജൂലൈ ഇൻടേക്കും. ഇനി ഇതിൽ ഫെബ്രുവരിയാണ് ഏറ്റവും വലിയ ഇൻടേക്കും. ഓസ്ട്രേലിയയുടെ മേജർ ഇൻടേക്കാണ് ഫെബ്രുവരി ഇൻടേക്ക്. ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാംസും ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇൻടേക്കാണ് ഫെബ്രുവരി ഇൻടേക്കും. ജൂലൈ ഇൻടേക്കിലേക്ക് വരുമ്പോഴത്തേക്കും പ്രോഗ്രാം ഓപ്ഷൻസ് കുറവായിരിക്കും, കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇനി ഈ ഫെബ്രുവരി ജൂലൈ കൂടാണ്ട് നവംബറിൽ ഒരു ചെറിയ ഇൻടേക്ക് കൂടിയുണ്ട്. അത് വളരെ ചുരുക്കം ചില യൂണിവേഴ്സിറ്റികൾ മാത്രമേ നവംബറിലേക്കും കൂടെ ഇൻടേക്ക് അവർ ഓഫർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ജൂലൈ ഇൻടേക്ക് ഓപ്പൺ ആയി തുടങ്ങിയ ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ് വിസ അല്ലെങ്കിൽ സ്റ്റഡീസ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇൻടേക്ക് ഓപ്പൺ ആകുന്ന സമയത്ത് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്താലേ നമുക്ക് സ്കോളർഷിപ്പിന്റെ എമൗണ്ട് കൂടുതൽ കിട്ടൂ. കാരണം ഈ ഒരു ടൈമിലായിരിക്കും യൂണിവേഴ്സിറ്റികൾ കൂടുതൽ സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്യാനായിട്ട് കൂടുതൽ ഓഫറുകൾ കൊടുക്കുന്നത്. ഇൻടേക്കിനോട് അടുക്കും തോറും അവർ സ്കോളർഷിപ്പിന്റെ എമൗണ്ട് കുറച്ച് കൊണ്ടുവരും. അപ്പോൾ നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ജൂലൈ ഇൻടേക്ക് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ് വിസയുടെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫൈലിന് ചേരുന്ന അല്ലെങ്കിൽ നമ്മുടെ താല്പര്യത്തിനനുസരിച്ചുള്ള പ്രോഗ്രാമുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക, അവിടേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്കൊരു 5-6 യൂണിവേഴ്സിറ്റികൾ വരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവിടേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റീസിൽ ചില യൂണിവേഴ്സിറ്റികൾക്ക് അവർ ആപ്ലിക്കേഷൻ ഫീസ് ഈടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആപ്ലിക്കേഷൻ ഫീസ് ഉള്ള യൂണിവേഴ്സിറ്റികളാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഫീസ് അടച്ചതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആക്കാനായിട്ട് നമുക്ക് വേണ്ടുന്ന ഡോക്യുമെന്റ്സ് ആണ് ഒന്ന് നമ്മുടെ പാസ്പോർട്ടും, 2 നമ്മുടെ അക്കാഡമിക് ഡോക്യുമെന്റ്സ്, 3ാമത്തേത് നമ്മുടെ IELTSന്റെ സ്കോർ കാർഡ് അല്ലെങ്കിൽ PTEയുടെ സ്കോർ കാർഡ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്കൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസിൽ IELTS പോലെ തന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ടെസ്റ്റാണ് PTE എക്സാം, PTE അക്കാഡമിക് എക്സാം. അപ്പോൾ നിങ്ങളൊരു ഹെൽത്ത് റിലേറ്റഡ് പ്രോഗ്രാമോ അല്ലെങ്കിൽ MSWO ടീച്ചിങ്ങോ നോക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് അറിയാമായിരിക്കും IELTSന് ഓവറോൾ 7 ഇൻഡിവിജ്വൽ 7 സ്കോർ വേണമെന്നുള്ളത്. അപ്പോൾ IELTSന് ഒരു 6.5 കിട്ടുന്ന ഒരു കുട്ടിക്ക് എളുപ്പത്തിൽ തന്നെ PTEയുടെ IELTSന് 7 ബൈൻ ഈക്വലൻ്റ് ആയിട്ടുള്ള ഓവറോൾ 65 ഇൻഡിവിജ്വൽ 65 സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ചങ്ങനാശ്ശേരിയിൽ നമ്മുടെ ഹൊല വേൾഡിന്റെ ബ്രാഞ്ചിലും PTEയുടെ ഓൺലൈൻ കോച്ചിങ്ങും ഓഫ്ലൈൻ കോച്ചിങ്ങും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ പോർട്ടലിൽ നിങ്ങൾക്ക് എക്സാം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള അതുപോലെ തന്നെ ഞാനിവിടെ താഴെ നമ്പർ ചേർക്കുന്നുണ്ട്, ഇതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ റിസൾട്ട് വന്നു, സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, അങ്ങനത്തെ കേസിലാണെങ്കിൽ നമുക്ക് കണ്ടീഷണൽ ആയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആക്കാവുന്നതാണ്. അതിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നമുള്ളതല്ല. പക്ഷേ ഓഫർ ലെറ്റർ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ എല്ലാ ഡോക്യുമെന്റ്സും, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ IELTSന്റെ എക്സാം എഴുതി റിസൾട്ട് വന്നിട്ടില്ല അല്ലെങ്കിൽ എക്സാം എഴുതിയിട്ടില്ല, അങ്ങനത്തെ കേസുകളിൽ നമ്മളൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർ നമുക്കൊരു അഡ്മിഷൻ ലെറ്റർ, ഒരു ഓഫർ ലെറ്റർ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ സ്കോളർഷിപ്പിന്റെ ഇൻഫർമേഷൻ മിക്കവാറും മിസ്സിംഗ് ആയിരിക്കും. അത് നമ്മൾ ഒന്നുകിൽ ആ ഒരു എക്സാം എഴുതി ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ IELTSന്റെ എക്സാമിന്റെ സ്കോർ കാർഡ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമായിരിക്കും അവർ സ്കോളർഷിപ്പിന്റെ ഇൻഫോ നമുക്ക് തരുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്കോളർഷിപ്പിന് എലിജിബിൾ ആണെന്ന് പറഞ്ഞ് നമുക്കൊരു സ്കോളർഷിപ്പ് ലെറ്റർ അവർ ഇഷ്യൂ ചെയ്ത് തരുന്നത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ ആദ്യമേ ഉണ്ടെങ്കിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട്, യൂണിവേഴ്സിറ്റിക്കും അധികം കാര്യങ്ങളൊന്നുമില്ല, അധികം ടൈമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ ഓഫ് ലെറ്റർ ഇഷ്യൂ ചെയ്ത് തന്നോളൂ. പിന്നെ ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ചും ഓഫ് ലെറ്റർ വരേണ്ടുള്ള ഡിലേ ഉണ്ട്. 1 ദിവസം തൊട്ട് 2 മാസം വരെ സമയമെടുക്കുന്ന, പ്രോസസ്സിംഗ് ടൈമിന് അത്രയും ടൈം എടുക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി, ഫോർ എക്സാമ്പിൾ സ്വിൻബേൺ യൂണിവേഴ്സിറ്റി, മെൽബണിലുള്ള സ്വിൻബേൺ യൂണിവേഴ്സിറ്റിയിൽ അവർ 1 ദിവസം കൊണ്ട് ഓഫ് ലെറ്റർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നതാണ് സാധാരണ രീതിയിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ നമുക്കൊരു 2 മാസമായിട്ട് ഒരു ഓഫ് ലെറ്റർ വന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർ നമ്മൾ റിജക്ട് ചെയ്തതാവാം, അല്ലെങ്കിൽ
സീറ്റ് തീർന്നു പോയിട്ടുള്ളതാവാം. ചിലപ്പോൾ നമുക്ക് മെയിലിൽ അവർ യാതൊരു വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെന്ന് വരത്തില്ല. അപ്പോൾ നമ്മളത് ആ ഒരു ടൈം അറിഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഒന്നുകിൽ നമുക്ക് ബാക്കപ്പായിട്ട് നമ്മൾ മനസ്സിൽ കരുതിക്കുന്ന വേറൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ അടുത്ത ഇന്റർവ്യൂവിലേക്ക് ഡെഫർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റേജാണ് ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്യുന്ന സ്റ്റേജ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നുകിൽ ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ റിജക്ട് ചെയ്യാം. ഇനി ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് എല്ലാ കുട്ടികൾക്കും, ഇപ്പോൾ ഓസ്ട്രേലിയ ആണെങ്കിൽ കുട്ടികൾക്ക് എല്ലാവർക്കും കണ്ടീഷണൽ ആയിട്ടുള്ള ഓഫർ ലെറ്റർ ആയിരിക്കും അവർ ഇഷ്യൂ ചെയ്യുന്നത്. അതിൽ എല്ലാവർക്കും ഒന്നിച്ച് ഒരു കോമൺ റീസൺ ഉണ്ടായിരിക്കും, ഒരു കോമൺ കണ്ടീഷൻ ഉണ്ടായിരിക്കും. അതെന്ന് പറയുന്നത് GTE ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ജെന്യുവൻ ടെമ്പററി എൻട്രന്റ് ആണെന്നുള്ളത് നമ്മളവിടെ പ്രൂവ് ചെയ്യിക്കണം. അപ്പോൾ അത് തെളിയിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ജെന്യുവൻ ടെമ്പററി എൻട്രന്റ് എന്ന് പറഞ്ഞാൽ കുട്ടി അവിടെ പഠിക്കാൻ വരുന്ന, ഓസ്ട്രേലിയയിൽ പഠിക്കാനായിട്ട് വരുന്ന കുട്ടി ജെന്യുവൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. ഇവിടെ കുറേ പാരാമീറ്റേഴ്സ് അവർ ചെക്ക് ചെയ്യും. അതായത് നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് അവർ ചെക്ക് ചെയ്യും, നമ്മുടെ അക്കാഡമിക് ഗ്യാപ്പ്, അതുപോലെ തന്നെ പ്രൊഫഷണൽ ഗ്യാപ്പ്, വർക്ക് ചെയ്തിട്ടില്ലാതെ നമ്മൾ അങ്ങനെ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ചെക്ക് ചെയ്യും, നമ്മൾ മാരീഡ് ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണോ, ഫിനാൻഷ്യലി സ്ട്രോങ് ആണോ, ഒരു പ്രോഗ്രാം അഫോർഡ് ചെയ്യുമോ നമ്മൾ തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്യും. അപ്പോൾ അതിൽ ആ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുക ഒരു അല്പം ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റേജിൽ അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാര്യം, അൺഅക്കൗണ്ടഡ് ഗ്യാപ്പ് നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ ഉണ്ടെങ്കിൽ 2 വർഷത്തിലധികമായി നമുക്ക് ഗ്യാപ്പ് ഉണ്ട്, നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ വെറുതെ ഇരിക്കുമായിരുന്നു, അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ അവിടെ റിജക്ട് ചെയ്യാം. 2, നമ്മൾ മാരീഡ് ആയിട്ടുള്ള ഒരു ആളാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ റിജക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്, അഡീഷണൽ എക്സ്ട്രാ ഫണ്ടും കൂടെ കാണിക്കുവാണെങ്കിൽ ആ ഒരു കേസ് അവർ ക്ലിയർ ആക്കി വിട്ടോളും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിക് ഗ്യാപ്പ്, 5 വർഷം വരെ അക്കാഡമിക് ഗ്യാപ്പ് ഉള്ളവർക്ക് വലിയ പ്രശ്നങ്ങളില്ല, എല്ലാ യൂണിവേഴ്സിറ്റിയും അക്സെപ്റ്റ് ചെയ്യും. 5-ൽ കൂടുതൽ ഗ്യാപ്പ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ യൂണിവേഴ്സിറ്റികളും അഡ്മിഷൻ തരില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം 2 വർഷത്തെ ഗ്യാപ്പ് വരെയും ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റികൾ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. ചില യൂണിവേഴ്സിറ്റികൾ 2 വർഷം വരെയും എടുക്കാറില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് അധികം ടൈം ഒന്നും കളയാണ്ട്, ഒരുപാട് കുട്ടികൾ എക്സാംസ് ഒക്കെ എഴുതി 1 വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നീട് സ്റ്റഡീസിന് പ്ലാൻ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഓസ്ട്രേലിയയിൽ അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട്. അത് നിങ്ങളുടെ വിസേനെയും അത് അഫക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ബാക്കിപ്പാട്ട് ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ അങ്ങ് ഇട്ടോളുക. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്, അതായത് 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ GTE സ്റ്റേജ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അതായത് ജെന്യുവൻ ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ് എന്നുള്ളതിൻ്റെ തെളിവുകളൊക്കെ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്യുന്നു. അത് യൂണിവേഴ്സിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം അത് അവർ അപ്രൂവൽ തരുന്നു. ഓക്കെ, കുട്ടി ജെന്യുവൻ ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അവർ ചെയ്യുന്നത് ഒരു അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്ത് തരികയാണ് ചെയ്തത്. നമുക്ക് ആദ്യം കിട്ടിയത് ഏതായിരുന്നു? കണ്ടീഷണൽ ഓഫർ ലെറ്റർ ആയിരുന്നു. ഇപ്പോൾ അവരൊരു അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്ത് തരും. ഈ ഒരു അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്തതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ നിങ്ങളുടെ GTEയുടെ സ്റ്റേജ് ക്ലിയർ ആയി എന്ന് യൂണിവേഴ്സിറ്റി മെയിൽ വഴി ഒരു കൺഫർമേഷൻ തന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ട്യൂഷൻ ഫീസ് അടയ്ക്കാവുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എലിജിബിൾ അല്ല, റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നില്ല എന്ന് യൂണിവേഴ്സിറ്റി പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഫീസ് അടച്ചു പോയി കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് റീഫണ്ട് എടുപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് കുറച്ച് നഷ്ടങ്ങളൊക്കെ വന്നേക്കാം. അപ്പോൾ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫീസ് അടയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫീസ് അടയ്ക്കുന്നത് നമുക്ക് ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ആയിട്ട് എത്രയാണോ യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത് അതാണ് അടയ്ക്കേണ്ടത്. പ്ലസ് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ OSHC എന്ന് പറയും, ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഫീസും കൂടെ ചേർത്ത് എത്രയാണോ എമൗണ്ട് വരുന്നത് അത് അടയ്ക്കുക. ഇതെല്ലാം നിങ്ങളുടെ ഓഫർ ലെറ്ററിൽ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഏത് മെത്തേഡ് വഴിയാണ് പേയ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളതും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് കുട്ടികൾക്കും ഈ ഒരു പേയ്മെന്റിന്റെ സ്റ്റേജിൽ വരുന്നൊരു സംശയമാണ്. മിക്ക യൂണിവേഴ്സിറ്റികൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് അതെന്ന് പറയുമ്പോൾ നമ്മുടെ ഓസ്ട്രേലിയൻ ഡോളറിലായിരിക്കും ഫണ്ട് പോകുന്നത്. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്കൽ കറൻസിയിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മുടെ നാട്ടിലേതെങ്കിലും ലോക്കൽ ബാങ്കിൽ നിന്നും വെസ്റ്റേൺ യൂണിയൻ വഴി നമുക്ക്
യൂണിവേഴ്സിറ്റിയിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മളല്ല പറയുന്നത്, യൂണിവേഴ്സിറ്റി അവർ നമുക്ക് തരുന്ന ഓഫർ ലെറ്ററിൽ അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കി മാത്രമേ പേയ്മെന്റ് ചെയ്യാവുള്ളൂ. അല്ലാണ്ട് വേറെ ഏത് തേർഡ് പാർട്ടിയുടെ സൈറ്റിൽ കയറി നിങ്ങൾ പേയ്മെന്റ് ചെയ്യരുത്. യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കൃത്യമായി കൊടുത്തിരിക്കുന്ന ലിങ്കിൽ മാത്രം ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് ചെയ്യുക. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അൺകണ്ടീഷണൽ ഓഫ് ലെറ്റർ കിട്ടി, നമ്മൾ പേയ്മെന്റ് ചെയ്തു. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് COE അവർ ഇഷ്യൂ ചെയ്ത് തരുന്ന ഒരു സ്റ്റേജ് ആണ്, കൺഫർമേഷൻ ഓഫ് എൻറോൾമെന്റ്. ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ ഓഫർ ലെറ്റർ. ഇത് നമ്മുടെ ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ ഒരു ലെറ്റർ ഹെഡിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഇൻഫർമേഷൻ എല്ലാം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ്, നമ്മൾ എത്ര ഫീസ് അടച്ചു, ടോട്ടൽ എത്ര ഫീസ് ആണുള്ളത്, അതായത് ആ ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിട്ടുള്ള ബേസിക് ഡീറ്റെയിൽസ് എല്ലാം ആ ഒരു കൺഫർമേഷൻ ഓഫ് എൻറോൾമെന്റിൽ ഉണ്ടായിരിക്കും. ഈ ഒരു കൺഫർമേഷൻ ഓഫ് എൻറോൾമെന്റ് നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് വിസയ്ക്ക് ലോഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു സ്റ്റുഡന്റ് വിസയുടെ 5th സ്റ്റേജ് ആണ് കൺഫർമേഷൻ ഓഫ് എൻറോൾമെന്റ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ കൺഫർമേഷൻ ഓഫ് എൻറോൾമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് വിസയ്ക്ക് ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വിസയ്ക്ക് ലോഡ് ചെയ്യാനായിട്ട് നമ്മുടെ അക്കാഡമിക് ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ GTയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ് ഒക്കെ ആവശ്യമുണ്ട്. ഞാനിത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത് നമ്മൾ അതിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. അത് കണ്ടിട്ടില്ലാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തത് കാണുക. അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ വിസയുടെ ഫീസ് വരുന്നത് ഏകദേശം $630 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് ആണ്. അത് നമ്മൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വിസ സബ്മിറ്റ് ആക്കി കഴിയുമ്പോൾ കഴിഞ്ഞിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഹാഫ് ID ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ ഹാഫ് ID വെച്ചാണ് നമ്മൾ മെഡിക്കൽ എക്സാം ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ വിസയ്ക്ക് നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം ഹാഫ് ID കിട്ടി. ഹാഫ് ID കിട്ടിയതിന് ശേഷം നമ്മൾ മെഡിക്കൽ ബുക്ക് ചെയ്യാനായിട്ട് കേരളത്തിലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ കിംസിലേക്ക് വിളിക്കുക. ട്രിവാൻഡ്രം കിംസിൽ മാത്രമേ ഓസ്ട്രേലിയൻ സ്റ്റുഡന്റ് വിസയുടെ മെഡിക്കൽ എക്സാമിനേഷൻ അവർ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുക. അപ്പോൾ അവർ നമ്മുടെ ഹാഫ് ID ഒക്കെ ചോദിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡേറ്റ് കിട്ടാറുണ്ട് കുട്ടികൾക്ക്. ഇപ്പോൾ ഇന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്താനായിട്ട് ഡേറ്റ് കിട്ടാറായിട്ടുണ്ട്. അപ്പോൾ കിട്ടി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മെഡിക്കൽ എക്സാമിനേഷന് പോകുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട്, കൺഫർമേഷൻ ഓഫ് എൻറോൾമെന്റ്, ഈ ഹാഫ് ID, ഈ 3 ഡോക്യുമെന്റ്സ് നിങ്ങൾ കൊണ്ടുപോകുക. മെഡിക്കൽ കഴിഞ്ഞതിന് ശേഷം അവർ നമ്മുടെ മെഡിക്കലിന്റെ റിസൾട്ട് നമ്മുടെ ഇമി അക്കൗണ്ടിൽ അപ്ഡേറ്റ് ചെയ്യും. നമ്മൾ വിസയ്ക്ക് ലോഡ് ചെയ്യുന്ന അക്കൗണ്ടിന്റെ പേരാണ് ഇമി അക്കൗണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ മെഡിക്കൽ അപ്ഡേറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഓരോ കുട്ടികൾക്കും പ്രോസസ്സിംഗ് ടൈം പല തരത്തിലാണ് വരുന്നത്. ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ചും അതിന് ഡിലേ ഉണ്ടാവാറുണ്ട്. നല്ല റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഒരു യൂണിവേഴ്സിറ്റി ആണെങ്കിൽ, ലെവൽ 1 യൂണിവേഴ്സിറ്റികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ വിസ ഒരു 1 മന്തിനുള്ളിൽ തന്നെ കിട്ടും. ഇനി ലെവൽ 2 യൂണിവേഴ്സിറ്റികളാണെങ്കിൽ അതിനൊരു കുറച്ച് ടൈം എടുക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഈ ലെവൽ 2 യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഓസ്ട്രേലിയയിലെ സ്റ്റുഡന്റ് വിസയിൽ എത്തിയിട്ടുള്ള കുറേ കുട്ടികളും അവരുടെ ഡോക്യുമെന്റ്സ് ഒക്കെ, ഫേക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ച് ഇവിടെ എത്തിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് യൂണിവേഴ്സിറ്റിയുടെ ഉത്തരവാദിത്വമാണ്, അത് ജെനുവിൻ ആണോ അല്ലയോ എന്നുള്ളത് ഈ ഒരു GTയുടെ സ്റ്റേജിൽ ചെക്ക് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ചെയ്തിട്ടും അവർ കണ്ടുപിടിച്ചിട്ടില്ലാത്ത കുറേ ഫേക്ക് പ്രൊഫൈലുകൾ ഇവിടെ എത്തിപ്പെട്ടപ്പോൾ അത് നമ്മുടെ ഗവൺമെന്റ് കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ആ യൂണിവേഴ്സിറ്റിയുടെ കുറ്റമായി കണ്ട് അവർ ആ യൂണിവേഴ്സിറ്റിനെ ലെവൽ 2 മാറ്റി. അപ്പോൾ അങ്ങനെ ആ യൂണിവേഴ്സിറ്റികളിൽ, ലെവൽ 2 യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന കുട്ടികളുടെ പഠിക്കാനായിട്ട് വിസ അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ പ്രൊഫൈൽ അവർ നല്ലതുപോലെ ചെക്ക് ചെയ്യും. അതിന് കുറച്ച് ടൈം എടുക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, ലെവൽ 2 പഠിക്കാനേ പോകണ്ട, അങ്ങനെ തീരുമാനിക്കേണ്ട. നിങ്ങളുടെ പ്രൊഫൈൽ സ്ട്രോങ് ആണ്, ജെന്യൂൻ ആണെങ്കിൽ, നിങ്ങൾ ഫിനാൻഷ്യലി സ്ട്രോങ് ആണ്, GTയുടെ റിക്വയർമെന്റ്സ് എല്ലാം സ്മൂത്ത് ആയിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. ഫണ്ടിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, പ്രൊഫൈലിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് തന്നെ സ്വയം അറിയാമെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. ഡിലേ ആവും, വിസയ്ക്കും ഡിലേ ആവും. പിന്നെ നമുക്ക് വിസ കൃത്യ ടൈമിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഇന്ത്യയിലേക്ക് ഡെഫർ ചെയ്യേണ്ടതായിട്ടും വന്നേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓസ്ട്രേലിയൻ സ്റ്റുഡന്റ് വിസ പ്രോസസ്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും സജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ അതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.